ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദർസുസാനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ അദ്ദർസുസാനി അൽ മലബാരിയ എന്താണ് ഈ പാഠത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്? എന്താണ്? നമ്മുടെ അക്ഷരമാലകളാണ്. മലയാള അക്ഷരമാല അ ആ ഇ ഈ എന്നതുപോലെ അറബി മലയാളത്തിൽ നമ്മുടെ അക്ഷരങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നൊരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അ ആ ഇ ഈ ഉ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ മറ്റക്ഷരങ്ങളൊക്കെ ഇതുപോലെ എഴുതാം എന്നതൊക്കെ മനസ്സിലാക്കാം. ഇതിൻ്റെ വർക്ക് നോക്കാം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പാടി പഠിച്ചതാണ് അ ആ ഇ ഈ ഉ ഊ ഇർ അല്ലേ? അപ്പം അതുപോലെ അ ആ. അപ്പം നമ്മൾ അറബി അക്ഷരം എഴുതുമ്പം ആ എന്ന് എഴുതുമ്പം അലിഫ് എഴുതും, ഹംസ ഫത്തഹ്. ഓക്കെ. അപ്പോൾ ഇതിൽ അറബി മലയാളത്തിൽ എഴുതുമ്പം അലിഫിന് ഫത്തഹ് മാത്രം ഇട്ടാൽ മതി. ആ മറ്റേ നമ്മൾ ഖുറാൻ എഴുത്തിൻ്റെ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയാണ് അലിഫ് ഹംസ ആ ഫത്തഹ് വരുമ്പോൾ ആ എന്നത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ, അതുപോലെ തന്നെയാണ് ഉ. മനസ്സിലാക്കുക. അ ആ ഇ ഈ ഉ. അലിഫിനെ നീട്ടാൻ മദ്ദാണ് ഇവിടെ ഉപയോഗിച്ച്, കട്ടിയുള്ള ഒരു വരയാണ്, ഫത്തഹ് പോലെ. മനസ്സിലാക്കുക. ആ. എന്നാൽ ഈ കസറയെ നീട്ടാൻ യാ ആണ് ഉപയോഗിച്ച്, കസറയെ നീട്ടാൻ യാ. ഉ ഊ. ലൊമ്മയെ നീട്ടാൻ വാവ്. മദ്ദക്ഷരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഈ മദ്ദക്ഷരത്തെക്കുറിച്ചിട്ടുള്ള ആ വീഡിയോ മനസ്സിലാക്കും. ഞാൻ ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൂടി വെക്കാം, മനസ്സിലാക്കുക. അപ്പോൾ ഫത്തഹയെ നീട്ടാൻ അലിഫാണ് നമ്മൾ ഖുറാൻ എഴുത്തിൽ അറബി എഴുത്തിലൊക്കെ എഴുതുക. ഇവിടെ അറബി മലയാളമാണ്. അറബി മലയാളം ആവുമ്പോൾ നമ്മളിവിടെ മദ്ദാണ് ഇവിടെ കാണിച്ചത്, ആ എന്നത്. മനസ്സിലാക്കുക. ഈ കസറയെ നീട്ടാൻ യാ. ഈ ഉ. ഉ എന്നത് ലൊമ്മാണ് വന്നത് അലിഫിന്. അപ്പോൾ ഊ. ലൊമ്മയെ നീട്ടാൻ വാവ്. മനസ്സിലാക്കുക. ഇനിയാ ഇർ. അപ്പോൾ ഇവിടെ മേലെ വന്ന ചിഹ്നം മനസ്സിലാക്കുക. ഇർ. ഇനി എ. എക്ക് മുകളിൽ ചെറിയൊരു ടിക്ക് മാർക്കാണ്. ഏകാരം എന്ന് പറയാം നമുക്കിതിനെ. ഏകാരത്തെ നീട്ടാൻ യാ ആണ്. എന്നത് നീട്ടാൻ യാ ആണ് അതിൻ്റെ കൂടെ. അപ്പം അതിൻ്റെ കൂടെ ഖുറാൻ എഴുത്തിലെ രീതിയിൽ വരുന്ന യാ സൈറ എന്ന് പറയുന്ന യാ ആണത്. മനസ്സിലാക്കുക. ആ യാഇനെ ചെറുതാക്കി ഇടുന്നത്, ഈ യാഇനെ ചെറുതാക്കി ഇടുന്ന രീതിയാണ്. അപ്പം ഏകാരം. ഈ ടിക്കിനാണ് ഏകാരം. ഓക്കെ. ഐ. ആ ഇ. യാഇന് ചിഹ്നമിടുക, ഐ. മനസ്സിലാക്കുക. പിന്നെ ഓകാരത്തിന് നമ്മളിവിടെ ടിക്ക് മാർക്ക് ശരിക്കാണ് ഇട്ടത്. അത് തിരിച്ചിടുന്നത് ഓകാരം. ഇവിടെ ഏകാരം, ഇത് ഓകാരം. ഓകാരത്തെ നീട്ടാൻ വാവ്. ഓ. ലൊമ്മയെ നീട്ടിയ പോലെ ഓകാരത്തെ നീട്ടിയത് വാവ് ഉപയോഗിച്ചാണ്. ഓ. ഔ. അപ്പം ഈ ചിഹ്നം മനസ്സിലാക്കണം കേട്ടോ. ഔ. ആ. അപ്പം അത് ഹാന് ചിഹ്നം ഇടുന്നതാണ്. അപ്പം അത് എഴുത്ത് രീതിയിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അവിടെ ഉച്ചാരണത്തിലൊന്നും അഹ് എന്ന് പറയൂല. ഓക്കെ. ആ. അപ്പം അത് മനസ്സിലാക്കുക. അ ആ ഇ ഈ ഉ ഊ ഇർ. എ ഐ ഓ ഔ ആ. അപ്പം മനസ്സിലാക്കി. നമ്മളത് സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണിത് മലയാളത്തിൽ പഠിക്കുന്നത്. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ, അതിൻ്റെ അറബി മലയാളം നോക്കാം. ക ക ഗ ഗ ങ. മലയാളത്തിലല്ലേ? അപ്പം അതിന് എഴുത്ത് രീതികൾ മനസ്സിലാക്കുക. ക. മനസ്സിലാക്കുക. ഗ. നഖം എന്നൊക്കെ എഴുതുമ്പോൾ ഈ ഗ ആണ് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഗുളിക, ഗരുഡൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്ക് അറബിയിലേക്ക് എഴുതുമ്പോൾ ഈ ഗ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഫത്തഹ്, കസർ അതൊക്കെ നമ്മൾ ഉച്ചാരണത്തിനനുസരിച്ച്
ഗരുഡൻ എന്ന് എഴുതുമ്പോൾ ഫതഹ്, ഗുളിക എന്ന് എഴുതുമ്പോൾ ലൊമ്മ്, ഗീ എന്ന അക്ഷരം വരുമ്പോൾ കസ്ര, അങ്ങനെ ഉപയോഗിച്ച് എഴുതുക. പിന്നെ ഘടികാരം, ഘനം എന്നൊക്കെ എഴുതുമ്പോൾ ഈ ഹ ചേർത്തിട്ട് എഴുതുക. ഘ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹാൻ്റെ ഉച്ചാരണം വരും, മനസ്സിലാക്കുക. ഇനി ങ ഇനി ങ നമ്മൾ മലയാളത്തിൽ ഒന്നും കൂടെ ചേർത്ത് എഴുതുന്ന ങ ഉണ്ട്. മാങ്ങ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ങക്ക് ശബ്ദ കൊടുക്കുകയാണ് ചെയ്യാം, മനസ്സിലാക്കുക. ങ, മാങ്ങ, തേങ്ങ എന്നൊക്കെ എഴുതുമ്പോൾ 2 ങകൾ ചേർന്ന കൂട്ടക്ഷരം വരും. അപ്പോൾ ഇതിന് ശബ്ദ കൊടുക്കുക. അപ്പോൾ അറബിയിൽ കൂട്ടക്ഷരങ്ങൾ വരുന്ന, മലയാളത്തിൽ കൂട്ടക്ഷരങ്ങൾ വരുന്ന അക്ഷരങ്ങൾക്ക് മുകളിൽ ശബ്ദ കൊടുക്കുകയാണ് ചെയ്യാം, മനസ്സിലാക്കുക. ഇനി ആ ച, ച, ജ, ജ, ഞ. ച, ഈ ച വരുന്ന വാക്കെന്താ? ചക്ക, ചക്ക. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളൊന്ന് എഴുതി നോക്കണം കുട്ടികൾ കേട്ടോ. ചക്ക. അപ്പോൾ ഏതാണ് അക്ഷരം വരിക? ഈ ചായും കായും. ചക്ക. കാക്ക് ശബ്ദ ഇട്ട് കൊടുക്കണം. ചക്ക, ക കൂട്ടക്ഷരാണ്. അപ്പോൾ ഇതിന് ശബ്ദ നൽകുക, ഫതഹ് നൽകുക. ചക്ക. പിന്നെ ഈ ച വരുന്ന വാക്ക് ഏതാണ്? ചായം, ചായം. ചായം എന്ന് എഴുതുമ്പോൾ ഏതാണ് അക്ഷരം വരിക? ഈ ച നീട്ടി കൊടുക്കുക, ഹമിലൂടെ നീട്ടുക, നീട്ടാൻ ഫതഹ് ഇടുക, ഫതഹിനെ നീട്ടാൻ അലിഫ് ഇടുക. ചാ. പിന്നെ യം എഴുതുമ്പോൾ യാവും, നമ്മളിവിടെ എന്ന് പറഞ്ഞപ്പം അലിഫും മീമും ഇട്ട്, അതുപോലെ യം എന്ന് പറയുമ്പോൾ യാവും മീമും ഇതുപോലെ ഇടുക. യാന് ഫതഹ്, മീമിന് ഇത്, യം, മനസ്സിലാക്കുക. അപ്പം ചായം എന്ന് എഴുതുന്നത് മനസ്സിലായി. ഇനിയോ ഈ ജനൽ എന്ന് എഴുതാം. ജനൽ എന്ന് എഴുതുമ്പം ജീമ് നമ്മൾ ഇതുപോലെ തുടങ്ങുന്ന ജീമ് എഴുതണം. അക്ഷരങ്ങൾ ജ, ന അയിമിലൂടെ കൂട്ടണം. അപ്പോൾ കൂട്ടക്ഷരത്തോട് എഴുതുമ്പോൾ ജീമ് ഇതുപോലെയുള്ള ജീമ് ഒരു പുള്ളി താഴെ. ജനൽ. ന അറിയൂല എല്ലാവർക്കും, അത് എഴുതുക. പിന്നെ ല് ലാമിന് നമ്മളിവിടെ എന്നൊക്കെ എഴുതുമ്പോൾ മീമിനിട്ട് ആ ചിഹ്നം ഇടുക. അപ്പം ജനൽ, മനസ്സിലാക്കുക. അപ്പം ല് ഒക്കെ താഴെ ഇതിൻ്റെ ഭാഗത്തിൻ്റെ ഈ പാഠത്തിൻ്റെ താഴെ തന്നെ വരുന്നുണ്ട്. ഇതാ ല്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബുക്കിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് ഓരോരോ വേർഡ്സുകൾ ഉണ്ടാക്കി എഴുതി പഠിക്കാം. നമ്മൾ അക്ഷരങ്ങൾ കൂട്ടി എഴുതുക. അപ്പോൾ എഴുന്ന് വരുന്ന തേൾന്ന് എഴുതുകയാണെങ്കിൽ തേന്ന് എഴുതുമ്പോൾ താന് ഏകാരം ഇടുക, ടിക്ക് ഇടുക. തേ നീട്ടണമെങ്കിൽ അതിനോട് ചേർത്ത് യാ എഴുതുക. തേള് ഇതും എഴുതുക, മനസ്സിലായില്ലേ? തേൾ. അങ്ങനെ നമ്മൾ ഓരോരോ വാക്കുകൾ ഉണ്ടാക്കി എഴുതി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറബി മലയാള അക്ഷരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി അടുത്തതാ ജഷം, ജാൻസി എന്നൊക്കെ പറയും. വരുന്ന വേർഡ്സുകൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ. അപ്പോൾ ഈ ഞാൻ എഴുതൽ എങ്ങനെയാണ്? ഇതുപോലത്തെ ജീമ എഴുതുക. താഴെ 3 പുള്ളി, മുകളിൽ 1 പുള്ളി, ഫതഹ. ഞാ നീട്ടണം. അപ്പോൾ ഒരു അലിഫ് നൽകുക, അതിലൂടെ ചേർത്തിട്ട് ഞാൻ കണ്ടില്ലേ? അപ്പം ഞാൻ എന്ന് എഴുതാൻ മനസ്സിലായില്ലേ? അതുപോലെ എഴുതാം. അപ്പം അപ്പം നമ്മളിവിടെ കൂട്ടക്ഷരമല്ല, അപ്പം കൂട്ടക്ഷരമാണ്. മഞ്ഞൾ, രണ്ടാമത്തെ അക്ഷരം ഞാ വന്ന് കൂട്ടക്ഷരം വന്ന്. അപ്പം നമുക്ക് ഞാക്ക് ഇവിടെ മുകളിൽ പുള്ളിയും പിന്നെ ശബ്ദയും ഫതഹും നൽകുക. താഴെ 3 പുള്ളി ഉള്ളിൽ ചേർത്ത് എഴുതുമ്പോൾ ഇതിൻ്റെ താഴെ, മനസ്സിലാക്കുക. അപ്പോൾ മഞ്ഞൾ, കടിച്ച് കൂട്ടക്ഷരം വന്നു, ശബ്ദ ഇടുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ഓരോന്നിൻ്റെയും ഓരോ വേർഡ്സുകൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് വലുതായി പോകും. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾ മക്കൾക്ക് ക്ലാസ്സുകൾ വെച്ച് കൊടുക്കുക. അവരെ കൊണ്ട് ഈ പാഠഭാഗം തന്നെ ഉപയോഗിച്ച് പഠിപ്പിച്ചാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരെ പഠനം മുന്നോട്ട് പോകാൻ സഹായിക്കും. അപ്പോൾ 2ാം ക്ലാസ്സാണ്. ഈ ഭാഗത്ത് തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർ 2 കഴിഞ്ഞ് 3ലേക്ക് എത്തിയാൽ അവർക്ക് അറബി മലയാളം വായന വളരെ ബുദ്ധിമുട്ടും എഴുത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ ഒരു ദിവസം ഒരു അക്ഷരം വെച്ചിട്ട് വേർഡ്സുകൾ പഠിപ്പിക്കാം. അങ്ങനെ ആ രീതിയിൽ പഠിപ്പിച്ചാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരു വർഷം പഠിക്കാനുള്ള ബുക്കാണ് ഇത് 2ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ നിങ്ങൾ
അക്ഷരങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് പോയാൽ ബുദ്ധിമുട്ടില്ലാതെ കഴിയാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഡ. ഡ. വട എന്ന് എഴുതുമ്പോൾ വ ഡ, ഇത് രണ്ടും എഴുതിയാൽ വടായി. മനസ്സിലായില്ലേ? ഡ. ഡ. പാഠം എന്ന് എഴുതുമ്പോൾ ഈ ഡ ആണ് വരിക. അപ്പോൾ പാഠം എഴുതാം. ഇനി ഡ. ഈ ഡ. ഈ ഡ വരുന്നത് എന്തിനാണ്? ഡപ്പി. ഡപ്പി എന്ന് എഴുതുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഡ എഴുതാം. റായിന് മുകളിൽ 2 പുള്ളിയും ഫത്തഹും. ഇനി ഡ. മൂടൻ. മൂടൻ എന്നതിൻ്റെ ഡ ഇതാണ്. അപ്പോൾ ഈ ഡായും അതിൻ്റെ കൂടെ ഢ. ഢ പറയുമ്പോൾ തന്നെ ഹ വരുന്നുണ്ട്. ശ്രദ്ധിച്ചൊന്ന് നമ്മൾ ഉച്ചരിച്ച് നോക്കിയാൽ മതി. ഢ. ഡ ഢ. ഡ ഢ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഹ വരിക. ഇനി ഇത് ണ. 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 ണ ആവുമ്പോൾ ചില്ലക്ഷരത്തിൻ്റെ അതിൽ പോയി നോക്കിയാൽ ണ്. ഇവിടെ അത് നമ്മളിവിടെ ചിഹ്നം മാറ്റിയാൽ മതി. അപ്പോൾ നൂനിന് താഴെ ഒരു പുള്ളിയും ഫത്തഹയും നൽകുന്നത് ണ. മനസ്സിലാക്കുക. അടുത്തതാ ത ഥ ദ ദ ന. ത. തത്ത എന്ന് എഴുതുമ്പോൾ എന്താ എഴുതാം? ത. പിന്നെ ഈ ഒരു ത ഒന്നും കൂടെ ചേർത്ത് എഴുതാ. ഇതേപോലെ ത ഇട, ത ഇട, ശബ്ദ ഇട, ഫത്തഹ ഇട. തത്ത. മനസ്സിലായില്ലേ? ഇനി കഥ. ഈ ദാക്ക് കഥ. ക. ഈ ദായും കൂടി ചേർത്ത് എഴുതിയ കഥായി. അടുത്ത ദ. ദ. ദാഹം. ദാ. ദാലിനെ നീട്ടാൻ അലിഫിടുക. ദാലിമിലൂടെ ചേർത്ത് എഴുതൂല. അപ്പോൾ ദാലിൻ്റെ അപ്പുറത്തൊരു അലിഫിട്ട് കൊടുക്കുക. പിന്നെ ഹം. ഹവും മീമും ചേർത്ത് എഴുതുക. ദാഹം. ഇനി ദ. ധനം. ധനുസ് എന്നൊക്കെ എഴുതുമ്പം ധ. ഒന്ന് പറഞ്ഞു നോക്കി. ദ ധ. ദ ധ. ഹ വരുന്നുണ്ട് നമ്മൾ ഉച്ചാരണത്തിൽ. അപ്പോൾ മനസ്സിലാക്കുക. ഇനി ന. ന. ന വെച്ചിട്ട് എന്ത് എഴുതാം? നഖം. നഖം. നമ്മൾ ഗ നേരത്തെ പഠിച്ചു. അപ്പോൾ രണ്ടും ചേർത്ത് ഗം. ഗം. ഗം എന്ന് വരുമ്പോൾ അവസാനം മീമ്. മീമിന് സുക്കൂന് പോലെ ഇടുന്ന ആ ചിഹ്നം ഇട്ട് കൊടുക്കുക. മനസ്സിലാക്കുക. അടുത്തത് പ ഫ ബ ഭ മ. പ പഴം വരുമ്പം ഇത്. ഫ ഫലം. ഫ ഇതിൽ മുഴുവൻ ലം എഴുതുക. ഫലം. ബ ബലൂൺ. ബ ബലൂൺ. ഭ ബ ഭ. മനസ്സിലാക്കുമ്പോൾ ഹ വരുന്നുണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ കൂടെ ഹ എഴുതി. ഭ ഭ. ഭയം. ഭരണി. ഭൂമി. അപ്പോൾ ഭൂ എന്ന് വരുമ്പോൾ അതിന് ലമ്മിട്ട് കൊടുക്കുക. മനസ്സിലാക്കുക. ഇനി മ. മരം. മണ്ണ്. മനുഷ്യൻ എന്നൊക്കെ എഴുതുമ്പോൾ ഈ മ. അപ്പം അത് വാക്കുകൾ ഉണ്ടാക്കുക. ഇനി അടുത്തതാ യ ര ല വ. യ. യ ര ല വ. യ തനിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ അക്ഷരങ്ങൾക്ക് കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമോ? ഇങ്ങനെ ബാ പോലെ ഇട്ടിട്ട് താഴെ 2 പുള്ളി എഴുതൂല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ തലഭാഗം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ യാ. യാ മനസ്സിലാക്കുക. യ. ഫത്തഹിട്ട യ, കസറിട്ട ഈ, ലമ്മിട്ട യു. പിന്നെ ര. റായിന് അടിയിലൊരു പുള്ളി നൽകിയാൽ ര. ര. മനസ്സിലാക്കുക. വര. വ ര. വര. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട്. അപ്പം അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കി എഴുതി പഠിക്കുക. പിന്നെ ല. വല. വ ല. വല. ല. വ. വ. വടി. വടീന്ന് വട എന്നൊക്കെ എഴുതാം. നമ്മൾ നേരത്തെ അവിടെ പഠിച്ച ഡ. വടയുടെ ഡ. ദാലിട്ടിട്ട് താഴെ പുള്ളി ഫത്തഹ്. വട. മനസ്സിലാക്കുക. അടുത്ത ഷ. ഷ. ഈ ഷ വരുന്നത് എന്താണ്? ശിശു. ശിശു. അപ്പോൾ ഷ കസറ നൽകുക. ശിശു. ശശി. ഷ എന്നെ വരണമെങ്കിൽ ശശി. അതൊക്കെ എഴുതാം. ഇനിയോ ഈ ഷ ഇവിടെ ഇതിന് താഴെ ഒരു പുള്ളിയും കൂടി വരുന്നുണ്ട്. ഷ. ഷർട്ട്. ഷട്ടിൽ. ശബ്ദം. മനസ്സിലാക്കുക. അടുത്തതാ സ. സ. സഞ്ചി.
സഞ്ചി, സന്ധ്യ, സഞ്ചി എന്നൊക്കെ എഴുതാം. അടുത്തത് ഹ, ഹ പലഹാരം. അങ്ങനെ ഹ വരുന്ന വാക്ക് എഴുതാം. ഇനിയോ ള, ള വള, തള, താളി, കാളി ഒക്കെ നീട്ടിയിട്ട് നമുക്ക് എഴുതാം. മനസ്സിലാക്കുക. ഴ, ഴ പഴം, മഴ, കുഴി, യാഴി ഒക്കെ ആക്കുക. അപ്പം ഇതിന് ഹർക്കത്തുകൾ മാറ്റി കൊടുക്കുക. പുള്ളിയും റാവും എന്തായാലും മാറൂല, ഹർക്കത്തുകൾ മാറും. അടുത്ത റ, അറ, മുറം ഒക്കെ എഴുതുക. പിന്നെ എന്താ ചില്ലക്ഷരങ്ങൾ ഇൾ, എൽ, എൻ, എർ, ണ്. തേൾ എന്ന് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു വിരൽ, വിരൽ എന്ന് എഴുതുമ്പോൾ ല് അവസാനം. മാൻ, മാൻ എന്ന് എഴുതുമ്പോൾ ന്. കവർ, റ്, കവർ, റ്. മനസ്സിലാക്കുക. ആൺ, പെൺ എന്നൊക്കെ വരുമ്പോൾ ണ്. മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് അക്ഷരങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കി തദ്രിബാത്ത് ചെയ്യാനാണ്. അതിലേക്ക് കടക്കാം. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് വലുതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും വലുതാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഞാൻ പറയുമ്പം മിസ്റ്റേക്ക് വരും. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ചിലപ്പം പുറത്തേക്ക് വരിക സംസാരത്തിൽ. അപ്പം അത് രണ്ടാമത് വീഡിയോ കണ്ട് കട്ട് ചെയ്യാൻ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കേൾക്കുന്ന ഇടയിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധയിൽ പെട്ടാലൊക്കെ കട്ട് ചെയ്യാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 82 89 89 29 85. ഇതുപോലെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മക്കളെ മക്കളുടെ വായനയും എഴുത്തും ക്ലിയർ ആക്കാൻ ട്യൂഷനായിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. 2ാം ക്ലാസ്സാണ്, കുറഞ്ഞ ഫീസിലാണ് ക്ലാസ്. നമ്മൾ ഫീസ് നോക്കി കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്തരുത്. ഫീസ് കൊടുക്കുന്നത് ആലോചിച്ച് 2-3 മാസത്തെ ക്ലാസ് കൊടുത്താൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയിലെത്തും. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. മക്കളുടെ ഇൽമാണ് നമുക്ക് ഏറ്റവും വലുത്. മക്കളാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ അവർക്ക് കഴിയുന്ന രീതിയിൽ അറിവുകൾ നൽകുക. നമുക്ക് ദഫ്തർ തോലിബിലേക്ക് കടക്കാം. അപ്പോൾ തദ്രിബാത്തിൽ എന്താണ് അൽ മലബാരിയ എന്നതിൻ്റെ ദഫ്തർ തോലിബ് നുൻഷിദുൽ കലിമത്താണ്. നമുക്ക് താഴെ തന്ന അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് വന്നത് എ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഈ കള്ളിയിൽ ഒരു വാക്ക് എഴുതണം. എന്താ എഴുതാം നമുക്ക് എ വെച്ചിട്ട് നമുക്ക് എരുമ എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. എ രു മ, റായിന് അടിയിൽ പുള്ളി, എരുമ. ഓക്കെ, അതുപോലെ എഴുതാം. അടുത്തത് എ വെച്ചിട്ടോ ഏ നീട്ടാൻ ഏകാരം. ഏണി, നി നൂന് താഴെ പുള്ളി കസ്ര, ഏണി. ഓ വെച്ചിട്ട് എന്താ എഴുതാം നമുക്ക്? വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഒന്ന്. അപ്പം നീന് എന്ത് എഴുതണം നമുക്ക്? നൂനിടുക, നൂന് ഷദ്, എന്ന് പറയുമ്പോൾ നമ്മൾ സുക്കൂന് നൽകുക. ഒന്ന്, മനസ്സിലായില്ലേ? താഴെ ഇവിടെ എന്തോ ആയതാണ് കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന്, നൂന് ഷദ് സുക്കൂന് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക. ഒന്ന്. ഇനി ഓ വെച്ചിട്ട് എന്താ? ഓകാരം ടിക്ക് തിരിച്ചിടുന്നത് മനസ്സിലാക്കുക. വാവ് ഓന് നീട്ടാൻ, ഓകാരത്ത് നീട്ടാൻ വാവ്. ഓല എഴുതാം. ഓല. പിന്നെ ഔ വെച്ചിട്ടോ ഔഷധം. അപ്പം ഇതിന് വരേണ്ട ഷാക്ക് 3 പുള്ളി മുകളിലും വേണം, താഴെ ഒരു പുള്ളിയും വേണം. ദം ദാല്. പിന്നെ മീമ് എന്ന് പറയുമ്പോൾ ദം നമ്മൾ പഠിച്ച് അല്ലേ?
ദം എന്ന് പറയുമ്പോൾ മീമും മീമിന് ഈ ചിഹ്നം കിട്ടുക. അപ്പോൾ ഔഷധം. മനസ്സിലാക്കാം. ഇനി അടുത്തത് എന്താണ്? ങ. ങ. ങ വരുന്നത് മാങ്ങ, തേങ്ങ, തെങ്ങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കത്തിനും ങ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടക്ഷരത്തിലെ ങ, ഈ ങ വേണം എഴുതാൻ. അപ്പോൾ എല്ലാത്തിനും ഈ ങ ആണ് വരിക നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ങക്ക് നമുക്ക് ങ വെച്ചിട്ട് എന്താ എഴുതാം? മാങ്ങ. മാ. മീമ്. മീമിന് ഫത്തഹ്. ഫത്തഹിനെ മാ നമ്മൾ ഫത്തഹിനെ നീട്ടണം. മാ. ങ. 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 അയിന്. അപ്പോൾ ഞാനിത് സ്ട്രൈറ്റിൽ വെച്ച് എഴുതുന്നത് കൊണ്ടാണ് എഴുതുന്നതിനൊരു ബുദ്ധിമുട്ട്. മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടി സ്ട്രൈറ്റിൽ വെച്ചാണ് എഴുതുക. നമ്മൾ ചെരിച്ച് വെച്ചല്ല എഴുതുക. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മനസ്സിലാക്കണേ. ങ. മാ. ങ. ങ. അപ്പോൾ കൂട്ടക്ഷരാണ് ങ വന്നത്, അതുകൊണ്ടാണ് ഷദ് വന്നത്. മാങ്ങ. മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തേങ്ങ, തെങ്ങ് ഒക്കെ എഴുതുമ്പോൾ ങ മനസ്സിലാക്കുക. അടുത്തത് എന്താണ് അക്ഷരം? ഞ. 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 അതുപോലെ ഞാൻ. ഞാൻ എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ജീമ് നമ്മൾ കൂട്ടക്ഷരത്തിൻ്റെ കൂടെ ഞാൻ നമുക്ക് നീട്ടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ജീമ്. ഞാ നീട്ടാനുണ്ട്. താഴെ 3 പുള്ളി, മുകളിൽ 1 പുള്ളി, ഫത്തഹ്. ഞാൻ. നൂന്. ഞാൻ. മനസ്സിലാക്കുക. ഇനി അടുത്തത് ണ. ണ. മണം. മണം. മാ. നൂന്. ണാക്ക് ഫത്തഹ്. താഴെയും പുള്ളി. നം. നം. അം. മനസ്സിലാക്കുക. മണം. മണം. ഓക്കെ. അടുത്തത് ഗ. ഗ. ഘടികാരം എന്നതിൻ്റെ ഗ. ഘനം. മേഘം എന്നൊക്കെ എഴുതുമ്പോൾ ഗ. ഈ ഗ ആണ് വരിക. ഇതുപോലെ എഴുതുന്ന ഗ. മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? മേഘം. സ്ട്രൈറ്റിൽ വെച്ച് എഴുതുന്നത് കൊണ്ടാണ്. മേ. യാ. കാഫ്. കാഫിൻ്റെ ഗ. കാ ഫത്തഹ്. ഹ ചേർത്തിട്ട് വേണം. ഘ ആണ്. ഘ. അപ്പോൾ ഹ ചേർത്തിട്ട് ഘം. മനസ്സിലായില്ല? മേഘം. മുഖം എന്നൊക്കെ എഴുതുമ്പോൾ അതുപോലെ തന്നെയാണ് എഴുതുക. മുഖത്തിൻ്റെ ഗ അതല്ല കേട്ടോ. മുഖത്തിൻ്റെ ഗ ഈ വരല്ലാത്ത കാഫു ഹ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ ഇതേതാണ് അക്ഷരം വന്നത്? ഝ. 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 ജ വെച്ചിട്ട് എന്ത് എഴുതാം? ഝ. ഝ വെച്ചിട്ട് ജഷം, ദഡിതി, ജര, അങ്ങനെയൊക്കെ വേർഡ്സുകൾ. ജാൻസി, റാണി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു വേർഡ്സ് എഴുതാം. ജഷം. ജഷം എന്ന് പറഞ്ഞാൽ മീനാണ്. ഒരു തരം മീനിനാണ് ജഷം എന്ന് പറയാം, മത്സ്യം. അപ്പോൾ നമുക്കവിടെ എഴുതാം. എങ്ങനെയാണ്? ജീമും ഹാവും. ഝ. ഝ. ഷം. ഷ. 3 പുള്ളി, താഴെ 1 പുള്ളി. ഷം. ഷം. മീമ്. മീമ്. മനസ്സിലാക്കുക. ജഷം. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതാം. ഇനി താഴെ എന്താ വരുന്നത്? ഗ. മുഖം, നഖം എന്നൊക്കെ എഴുതുന്ന ഗ. അപ്പോൾ നമുക്ക് മുഖം എന്ന് എഴുതാം. മുഖം. മുഖം. ഗം. മുഖം എഴുതുക. ലമ്മ്. മുഖം. മുഖം. നഖം. ഇവിടെ നാക്കിയ നഖം. മനസ്സിലാക്കുക. ഇനിയാ അടുത്ത അക്ഷരം ഏതാണത്? ച. ചക്ക. ച. താഴെ 3 പുള്ളി, ഫത്തഹ്. ച. ക. കക്ക് കൂട്ടക്ഷരം വരണം. അപ്പോൾ നമ്മൾ ഷദ് നൽകി. ചക്ക. മനസ്സിലാക്കുക. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതിടുക, ഹംസ പോലെ. അപ്പം ചക്ക. മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? ഡ. ഡ. വട, കുട ഒക്കെ എഴുതാം. അപ്പോൾ നമുക്ക് വട. വാവ്, ദാല്, ദാലിൻ്റെ അടിയിൽ പുള്ളി, ഫത്തഹ്. വട. ഇനി അടുത്ത ധ. കഥ.
കഥക്ക് എന്ത് ചെയ്താ രഥം കഥ എന്നൊക്കെ വരുന്ന. അപ്പോൾ നമുക്കിത് കഥ കാഫ് താ ഹ താ ഹ കഥ 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 രഥം എന്നൊക്കെ എഴുതാം. അടുത്തത് എന്താണ് വരുന്നത്? പ പ എന്ത് എഴുതാം? ബന് 3 പുള്ളി ഫതഹ് ഴം ഴ മഴൻ്റെ ഴ പഴം 3 പുള്ളിയാണ് റാഇൻ്റെ മുകളിൽ ഫതഹ് മീം യം യം പഴം മനസ്സിലാക്കുക. പ പഴം മനസ്സിലാക്കുക. അടുത്ത അക്ഷരം ഏതാ വരുന്നത്? ള ള വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം? കുളം കൂ ളം കുളം വള എന്നൊക്കെ എഴുതാം. വ ള വായും ളായും ചേർത്തത് വള എന്നാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ എഴുതാം. അടുത്തത് ഴ ആണ്. ഴ അപ്പോൾ നമുക്ക് നേരത്തെ പഴന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഴ വെച്ചിട്ട് പാക്ക്. അപ്പോൾ നമുക്ക് മഴ എന്ന് എഴുതാം. മഴ മഴ മനസ്സിലാക്കുക. മീമും റാവും യാൻ്റെ 3 പുള്ളിയും മഴ മനസ്സിലാക്കുക. അടുത്തത് ഡ എന്താണ്? ഡക്ക ഡക്ക മൂടൻ എന്നൊക്കെ എഴുതാം. നമുക്ക് ഡക്ക എന്ന് എഴുതാം. ഡ 2 പുള്ളിയാണ് കേട്ടോ ഡാക്ക് വരിക. ഡ ഡക്ക കാഫിന് അടുത്തത് വേറെ എഴുതട്ടോ. അടുത്തത് ഡ റാ 2 പുള്ളി വരുന്ന ഡ കാഫ് എഴുതാം. അപ്പോൾ നമ്മൾ കൂട്ടക്ഷരാണ് ഡക്ക എന്ന് വരുന്നത്. ക ശബ്ദ ഇടുക ഡക്ക മനസ്സിലാക്കുക. അപ്പോൾ ഇത് പുള്ളികളൊക്കെ അടുപ്പിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് വിട്ടാക്കിയിട്ട് എഴുതുന്നത്. എഴുത്ത് രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്ഷരത്തിൽ നോക്കിയാൽ മതി രണ്ടും അടുപ്പിച്ചിട്ടിടുന്നത്. അപ്പോൾ അതൊക്കെ അറബി എഴുത്തിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി പാഠം എന്നെഴുതാം. എന്താണ്? പ നീട്ടാൻ വേണം. പ 3 പുള്ളി ഡം ദാലിമിലൂടെ ഒരക്ഷരവും ചേർത്ത് എഴുതൂല. അപ്പോൾ ഹാവും മീമും ഈ ഹാവും മീമും ചേർത്ത് ഡം എന്ന് എഴുതിൻ്റെ ഇതുമിലൂടെ നമ്മൾ ചേർത്ത് എഴുതാൻ പറ്റൂല. അപ്പോൾ അത് മനസ്സിലാക്കുക. പാഠം പാഠം അപ്പോൾ അതൊക്കെ അടുത്തടുത്ത് എഴുതട്ടാ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അകലം പാലിക്കുന്നത്. ഇനി അടുത്തതാ ചായും ഹായും കൂടി ചായം എന്ന് പറഞ്ഞാൽ നിറം ചായം. അപ്പോൾ ജീമ് ഹാ നീട്ടാനിടുക 3 പുള്ളി ഫതഹ് യം യാ മീമിന് ചായം യാന് ഫതഹ് ചായം മനസ്സിലാക്കുക. അടുത്തത് ബായു ഹായും ഫലം വാക്ക് 3 പുള്ളി ഫതഹ് ലാമിന് ഫതഹ് ഫലം മനസ്സിലാക്കുക. ഫലം അടുത്തതാ ഭരണി ഭൂമി അങ്ങനെ എഴുതാം. എന്ത് വേണമെങ്കിലും എഴുതാം. ഭയം അപ്പോൾ നമുക്ക് ഭയം എന്ന് എഴുതാം. ബന് ഭയം എന്ന് എഴുതാം. ഭയം ബന് 1 പുള്ളിയാണ് ഫതഹ് യാന് 2 പുള്ളി ഫതഹ് ഭയം മനസ്സിലാക്കുക. ഭയം അടുത്തതാ വര മരം കുര
ഒക്കെ എഴുതാം. അപ്പം നമുക്ക് വര എന്ന് എഴുതാം. വ ര, റായിനടിയിൽ പുള്ളി വരും, രാ ആവണമെങ്കിൽ വര, മനസ്സിലാക്കുക. ഇനി ഷ, ഷ വെച്ചിട്ട് മഷി, മ ഷി, ഷാക്ക് താഴെ ഒരു പുള്ളി വേണം കേട്ടോ. മഷി, മഷി, മാക്ക് ഫത്തഹ്, മഷി. അടുത്തത് ഹ, ഹ എന്ത് എഴുതാം? ഹ വെച്ചിട്ട് എന്ത് എഴുതാം? പലഹാരം, ഹാരം, ഹിമം, ഹംസം, അതൊക്കെ എഴുതാം. അപ്പം നമുക്കിവിടെ ഹാരം, ഹാരം, ഹാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ, പൂമാല. ഹാ, ഹ ഇനി നീട്ട, ഹാ രം, ഹാരം, ഹാരം. പലഹാരം എന്ന് എഴുതാം, ഹാരം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സ്ഥലമുള്ളത്, അപ്പം അതിൽ കൊള്ളുന്ന രീതിയിലുള്ള ഹാരം എന്ന് എഴുതാം. ഇനി എന്താ ഇവിടെ വരുന്നത്? നുൻഷിദ്, ഒരു പാട്ടാണ്. അല്ലാ അല്ലാ ഖാലിഖുന, അല്ലാ അല്ലാ റാസിഖുന, അല്ലാ അല്ലാ മാലികുന, അല്ലാ അല്ലാ ഹാദീന. ഒന്നും കൂടെ പാടാം. അല്ലാ അല്ലാ ഖാലിഖുന, അല്ലാ അല്ലാ റാസിഖുന, അല്ലാ അല്ലാ മാലികുന, അല്ലാ അല്ലാ ഹാദീന. അതിൻ്റെ ബാക്കി അല്ലാ അല്ലാ സാമിഉന, അല്ലാ അല്ലാ നാളിറുന, അല്ലാ അല്ലാ ഹാസിബുന, അല്ലാ അല്ലാ ആഫിറുന, അല്ലാ അല്ലാ ആഫീന, അല്ലാ അല്ലാ യുഅ്തീന. ഒന്നുകൂടെ. അല്ലാ അല്ലാ സാമിഉന, അല്ലാ അല്ലാ നാളിറുന, അല്ലാ അല്ലാ ഹാസിബുന, അല്ലാ അല്ലാ ആഫിറുന, അല്ലാ അല്ലാ ആഫീന, അല്ലാ അല്ലാ യുഅ്തീന. അടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ പോലെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുക. അല്ലാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ലൈൻ എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കി എഴുതാം. അല്ലാ അല്ലാ ഹാസിബുന, അല്ലാ 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 ആഫിറുന, അത് എഴുതാം. അല്ലാ അല്ലാ യുഅ്തീന. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 ലൈന് ഇതിലേക്ക് ബാക്കി ഭാഗം പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ ഒരുപാട് ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവട്ടെ വീഡിയോ എന്ന് കരുതിയാണ് ഇത്രയും വലുതായത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.